അപ്പോൾ ഞാൻ അവിടെ എനിക്കൊരു റൂം കിട്ടി. ജസ്റ്റ് നമുക്ക് വലിയ റേറ്റൊന്നും വന്നിട്ടില്ല, 350 ആയിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ല, എന്താണെന്നറിയില്ല. ജസ്റ്റ് നമ്മളിനി ഒന്ന് പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. നമുക്കിവിടെ 2 കൂട്ടുകാരായിട്ടുണ്ട്, അച്ചടി കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ കൂടെ 2 ആൾക്കാരുണ്ട്. വരാം. അപ്പോൾ നമ്മൾ പോണത് ഹിഡിംബ ടെമ്പിൾ. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് നടക്കുമ്പോഴത്തേനും കിടക്കും. അതാണ് വിഷയം. ഹായ് പോലും. നാം വൈശാലി യൂട്യൂബ് ചാനലല്ലേ. ഇവിടെ തന്നെ ധാരാളം ഭംഗിയുള്ള ഗസ്റ്റ് ഹൗസ് വീടുകളൊക്കെ കാണാം. Apple tree? Yes, these little fruits are apples. Are you sure? Yes. The apple tree ആണ് പറയണേ. ഓക്കെ. നോക്കിയതൊക്കെ മലകളുണ്ട്. നല്ല ശബ്ദം കേട്ടോ. അത് അവിടെ നിന്നാണ് വരുന്നത്. നെഗറ്റീവ് എനർജിനൊക്കെ റിമൂവ് ചെയ്യണ സാധനമെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പീസ്ഫുൾ മൈൻഡാണ്. നമ്മളിപ്പോൾ പോണത് ഹിഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ. അത് ഷോർട്ട് കട്ട് നോക്കിയിട്ട് പോവുക. അവിടെ ഒരുപാട് പേരക്ക മരം, അതുപോലെ നാരങ്ങയുടെ മരം, ആപ്പിളിൻ്റെ മരമൊക്കെ കാണാം. നമ്മൾ ജസ്റ്റ് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. ഒരു ടെമ്പിളുണ്ട്, എല്ലാവരും അതിൽ മണിയടിച്ചിട്ട് പോകും. ഇതായിരിക്കണം. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് കണ്ടതാണ്. ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ചെരുപ്പിട്ടിട്ട് കയറാൻ പാടില്ല. പ്രാർത്ഥിക്കല്ല, ഫോട്ടോ എടുക്കണം. ശൂലം ഇവിടെയാണ് നമ്മുടെ ഹിഡിംബ ടെമ്പിൾ. അവിടെ ധാരാളം അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് മാർക്കറ്റുണ്ട്. ഇതെന്തൊരു സാധനം, ഇതെന്തോ യാക്കോ. നമ്മുടെ വൈശാലി ഒരു മുയൽ വീട്ടിനെടുത്തിട്ടിരിക്കുന്നു.
ഇതാണ് നമ്മുടെ സാധനം. ഇത് യാക്കല്ലേ, യാക്കെന്നല്ല പറയാ. നമുക്ക് കയറാൻ പൈസ കൊടുക്കണം. നേരത്തെ മുയൽ പിടിച്ചതിനൊക്കെ പൈസ ഉണ്ട്, ഒരാൾക്ക് 50 രൂപ. അതാണ് നമ്മുടെ ഹിഡിംബ ടെമ്പിള്. മിക്കവാറും मैं 5 गई हूँ पागल, 5 गई हूँ मैं पता कहाँ से जहाँ से वो पट्टू को नहीं लगाते हैं. सब एड्रेस भेज दिया आपको मैंने. ഇതാണ് നമ്മുടെ ഹിഡിംബ ടെമ്പിൾ. ധാരാളം ആൾക്കാരവിടെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലൂടെ വരാം. तो यही अभी मर्डर हुआ. वीडियो अच्छी है. ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് രാജസ്ഥാനി ഫോക്ക് മ്യൂസിക് വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. തൊട്ടപ്പുറത്ത് ഇപ്പോൾ ആൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടി കാശ് കൊടുക്കാനായിട്ട് ചേഞ്ച് ഇല്ല. അപ്പോൾ ഞാൻ 50 രൂപ വേറെ അവിടെ നിൽക്കണം, മാലക്കെട്ട് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് വെച്ച് നമുക്ക് 10 രൂപ തരാം, 50 രൂപ ചേഞ്ച് തരുമെന്ന് വെച്ചു. അത് പ്രശ്നമില്ല, ചേഞ്ച് തരാം, 50 രൂപ തരുക. 50 രൂപ ഞാൻ കൊടുത്തു. അത് 50 രൂപ കൊടുത്ത് അവൻ ബക്കറ്റിലിട്ടു. പിന്നെ അവൻ ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ പേഴ്സിലും 200 രൂപയുടെ നോട്ട് ഇരിക്കുന്നുണ്ട്. വലിയ നോട്ട് തരൂ, ഞാൻ അനുഗ്രഹിക്കാമെന്നെന്തോ പറഞ്ഞു. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് 200 രൂപ കൊടുത്തിട്ട് അവനെന്താ ചെയ്തു, അത് അനുഗ്രഹിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊടുത്തുകൊണ്ട് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്, അല്ലാണ്ട് അതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. അങ്ങനെ അത് കൊടുത്തപ്പോൾ അവൻ 200 രൂപയും തരുന്നില്ല, എൻ്റെ 50 രൂപയും തരുന്നില്ല. 200 രൂപ ഞാൻ അവൻ്റെ സംസാരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ച് മേടിച്ചു. 50 രൂപ ചേഞ്ച് 40 രൂപ തരണ്ട, അവന് 10 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ അതും തരുന്നില്ല. സംസാരിച്ച് അവന് 20 രൂപ അവസാനം തന്നിരിക്കും. അതുപോലെ ധാരാളം ഒരുപാട് ഫ്രോഡുകളുണ്ട്. മാലക്കെട്ടിരിക്കണം. മറ്റൊരു കുഴപ്പമില്ല, ഞാൻ അയാൾക്ക് കൊടുക്കാനാണ്, ഈ ഫോക്ക് മ്യൂസിക് വായിക്കുന്ന ആൾക്കാർ കൊടുക്കാനാണ് അത് മേടിച്ചത്. അപ്പോൾ വരുന്നവർ പൈസ ഒന്നും അങ്ങനത്തെ ആൾക്കാർ കൊടുക്കാതിരിക്കുക. തിരിച്ച് ചേഞ്ചൊന്നും കൊടുത്താൽ ഒന്നും കിട്ടില്ല.
സംസാരിച്ച് വെറുതെ നേരം കളയേണ്ടി വരും. അവന് 200 രൂപ കൊടുത്തിട്ട് അവന് അതും തിരിച്ചു തരുന്നില്ല. അതെനിക്ക് ഭ്രാന്തായത്. അത് ഞാൻ പിന്നെ മേടിച്ചു. പക്ഷേ എന്താ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാലി കുറിയൊക്കെ തൊട്ടിട്ട് 2 ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ അവിടെ. ഒരു പണിയില്ല, വെറുതെ കാവി കുർത്തിയും മാലി ഇട്ടിട്ട് നിൽക്കുക.